ആമേൻ. യോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം 18-19 വാക്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രേരണ തന്നിരിക്കുന്നത്. അവൻ മുറിവേൽപ്പിക്കുകയും മുറി കെട്ടുകയും ചെയ്യും. അവൻ ചതയ്ക്കുകയും തൃക്കൈ പൊറുപ്പിക്കുകയും ചെയ്യും. 6 കഷ്ടത്തിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും. 7-ാമത്തേതിലും തിന്മ നിന്നെ തൊടുകയില്ല. വളരെ നല്ല 2 വാക്യങ്ങളാണ് വായിച്ചു കേട്ടത്. വേദപുസ്തകത്തിൽ യോബിൻ്റെ ചരിത്രം ബൈബിള് വായിക്കുന്ന സകല മനുഷ്യർക്കും അറിയാം. ഞാൻ പ്രസംഗിക്കുവാൻ പറയാറുണ്ട്, യോബിന് 3 കാലഘട്ടങ്ങളുണ്ടായിരുന്നു. 1, എല്ലാം ഉള്ള ഒരു കാലഘട്ടം. 2, എല്ലാം നഷ്ടപ്പെട്ടു പോയൊരു കാലഘട്ടം. 3, സകലതും ഇരട്ടിയായി തിരിച്ചു കിട്ടിയ ഒരു കാലഘട്ടം. യോബിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രേരണ എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാമുള്ള കാലത്തിൽ നിന്ന് ഒന്നുമില്ലാത്ത കാലത്തിലേക്ക് നമ്മൾ വഴുതി വീണാലും എല്ലാം തിരികെ കെട്ടുന്നൊരു കാലത്തിലേക്ക് എത്തിക്കാൻ നമ്മുടെ ദൈവത്തിന് ശക്തിയുണ്ടെന്നൊരു പാഠം യോബിൻ്റെ പുസ്തകം ആകമാനം ഒന്ന് പഠിച്ചാൽ നമുക്ക് പഠിക്കാൻ കഴിയും. യോബിന് നേരിട്ട പ്രതിസന്ധി, യോബ് പാപം ചെയ്തിട്ടല്ല പ്രതിസന്ധി ഉണ്ടായത്. യോബിന് അയലോക്കത്തെ വീട്ടുകാർ ആഭിചാരം ചെയ്തിട്ടുണ്ടായ പ്രശ്നമല്ല. യോബിനുണ്ടായ പ്രശ്നം എന്താണെന്ന് ബൈബിളിൽ നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും വലിയ അസൂയ മനുഷ്യർക്കല്ല, പിശാചിനാണ്. കാരണം പിശാച് ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് ചോദിക്കുന്നുണ്ട്, നീ ഇവൻ്റെ കൈയുടെ പ്രവൃത്തിയെ അനുഗ്രഹിച്ച് ഇവന് വേലി കെട്ടി ഇവനെ നീ കാത്തുകൊണ്ടിരിക്കുക, ഇവനെ എൻ്റെ കയ്യിലോട്ടൊന്ന് താ. സ്തോത്രം. ഞാൻ കുറച്ച് ദിവസം കൊണ്ട് നിനക്ക് ശക്തിയില്ലെന്ന് ഇവനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചു തരാം. സ്തോത്രം. അപ്പം യോബ് ഒരിക്കൽ സുവിശേഷം പഠിക്കുമ്പോൾ പത്രോസിനെ സാത്താൻ ചോദിച്ചു, ഇവനെ ഗോതമ്പ് പോലെ ഒന്ന് പാറ്റാനായിട്ട് തരാമോ എന്ന് ചോദിച്ചപ്പം കർത്താവ് കൊടുത്തില്ല. കാരണം പാറ്റുക പോയിട്ട് കാറ്റടിച്ച ഇവൻ താഴെ പോകും. അതുകൊണ്ട് പത്രോസിനെ കൊടുത്തില്ല. പക്ഷെ സാത്താൻ ചോദിച്ചപ്പോൾ യോബിനെ കൊടുത്തു. എന്ന് പറഞ്ഞാൽ ഈ ഓരോരുത്തർക്ക് കുറിച്ച് ദൈവത്തിനുള്ള ഉറപ്പുണ്ട്. ചില ആൾക്കാർ ഓരോരുത്തരെയോ ഇവനെ വിട്ടിട്ട് ഒരു കാര്യവുമില്ല, അത് ഇവന് ചുക്കിനും കൊള്ളത്തില്ല, ഒന്നിനും കൊള്ളത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അത് പറയുന്ന വേറെ പദം, അത് നിങ്ങൾ പറഞ്ഞു. അവനെ ചുക്കിനും കൊള്ളത്തില്ല, ഒന്നിനും കൊള്ളത്തില്ല. എന്നാൽ ചിലർ പറയും ഒരു വിഷയത്തിന് വിട്ട് അവനെ കൊള്ളാം, പോയത് പരിഹരിച്ചു വരാൻ മിടുക്കനാണ്. ചിലർ പരിഹരിക്കാൻ വിട്ട് ആ വീട്ടിൽ ബോംബ് ഇട്ടിട്ടേ പോരത്തുള്ളൂ. അങ്ങനെയല്ല, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പം യോബിൻ്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടായി. പ്രതിസന്ധി ഉണ്ടായപ്പം നിങ്ങൾക്കറിയാം, ഈ നമുക്ക് പൈസ ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ നമ്മുടെ ഭാര്യയെ പോലും നമ്മളോട് നിൽക്കത്തുള്ളൂ. അത് സഹോദരന്മാരൊക്കെ സൂക്ഷിച്ച് കണ്ട് വേണം ജീവിക്കാനായിട്ട്. ഇപ്പം നിങ്ങൾ നല്ല അടിപൊളിയായിട്ടൊക്കെ നിൽക്കുന്നത് കൊണ്ടാണ്, സഹോദരിമാരോടും പറയുക, നിങ്ങൾ നല്ല അടിപൊളിയായിട്ടൊക്കെ നിൽക്കുന്നുണ്ടായി ഇവരെ. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കും, ഞാൻ ഈ വാക്യം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക. യോബിൻ്റെ ഭാര്യ പോലും പറഞ്ഞു, എൻ്റെ പൊന്നച്ചായ, ഈ ഭക്തി എന്തോ ഇല്ല, നമുക്കിനി യോഗത്തിനൊന്നും പോകണ്ട, നമുക്ക് ഇതൊക്കെ ത്യജിച്ചേച്ച് സ്തോത്രം പോയി നമുക്ക് ചാകാം. ഉടനെ എന്നാ മോളെ, നീ ബുദ്ധി പറഞ്ഞല്ലോടി, നിന്നോട് ദൈവം സംസാരിച്ചതൊന്നും പറഞ്ഞില്ല. എടി പൊട്ടിപ്പെണ്ണെ മാറിയിരിക്കെ, നിനക്കിതിനെ മർമ്മം അറിയത്തില്ല. നന്മ തന്നപ്പോഴും നമ്മൾ അനുഭവിച്ച്, തിന്മ തരുമ്പോഴും നമ്മൾ അനുഭവിക്കണം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണേ, എനിക്ക് ഏറ്റവും ഈ വേദപുസ്തകത്തിൽ ഈ വാക്യം എന്നെ വായിപ്പിക്കാൻ പ്രേരിപ്പിച്ച ഘടകം, യോബിന് വലിയ പ്രശ്നമുണ്ടായി. പ്രശ്നം ഉണ്ടായപ്പോഴൊന്നും യോബ് പരാതി പറഞ്ഞില്ല. ഈ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്നറിയോ, നമുക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ എല്ലാം അങ്ങ് പരാതിയാണ്. ചിലർ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴേ ദൈവം എഴുന്നേറ്റ് പോകും. കാരണം പരാതി പുസ്തകം തുറക്കാൻ പോവാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ദൈവം എന്തെല്ലാം ഉപകാരം ചെയ്തിട്ടുണ്ട് അതൊന്നും ഓർത്തൊരു സ്തോത്രം ചെയ്യത്തില്ലേ. കർത്താവ് ഞങ്ങൾക്ക് നല്ല വണ്ടി തന്നുകൊണ്ട് സ്തോത്രം, വീട് തന്നുകൊണ്ട് സ്തോത്രം, പിള്ളേരെ തന്നുകൊണ്ട് സ്തോത്രം, ഇവിടെ വരാൻ കൃപ തന്നുകൊണ്ട് സ്തോത്രം, അപകടം വരാതിരുന്നതുകൊണ്ട് സ്തോത്രം, നമുക്ക് രോഗം ഇല്ലാത്തതിനായി സ്തോത്രം, രോഗം ഉണ്ടെങ്കിലും ജീവിക്കുന്നതിനായി സ്തോത്രം. കണ്ടോ, അങ്ങനെ സ്തോത്രം പറയാൻ ഇരുന്നാൽ 4.5 മണിക്കൂർ സ്തോത്രം പറയാൻ വകയുണ്ട്. നമ്മൾ അതിനിടയ്ക്ക് ചുമ്മാ ഒരു പല്ലുവേദന പിടിച്ചുകൊണ്ടിരിക്കുക, ചുമ്മാ വീടിന് പണി പൂർത്തിയായില്ലെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അങ്ങനെയല്ല, ദൈവം ചെയ്തതിനെല്ലാം നന്ദി പറയണം. ഇവിടെ ഇരിക്കുന്നവരുടെ ദൈവത്തിന് നന്ദി പറഞ്ഞാൽ ഇന്ന് പ്രസംഗം നടക്കുകയല്ല. അതുപോലെ സ്തോത്രം പറയാനുള്ള വകയുണ്ട്. ദാവീദ്, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് രക്ഷയുടെ പാനപാത്രം എന്നെ നോക്കിയിരിക്കണം. എനിക്ക് കണ്ണി നോക്കിയേ പറയാൻ അറിയത്തുള്ളൂ. ഈ ദൂത് വെളിപ്പെടുന്നുണ്ടോ എന്ന് നിങ്ങളുടെ കണ്ണി നോക്കുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എന്നെ നോക്കിയിരിക്കണം. ഇവിടെ ഇരിക്കുന്നവരുടെ കൺപീര് ചലിച്ചാൽ എനിക്കറിയാം. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കണം.
അപ്പോൾ ഇച്ചിരിയുടെ ഗഹനമായിട്ട് നമുക്കൊന്ന് ധ്യാനിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇയ്യോബിന് വലിയ പ്രതിസന്ധി ഉണ്ടായി. അപ്പോൾ നിങ്ങൾക്കറിയാമോ, ഇയ്യോബിനെ കാണാൻ ഇയ്യോബിൻ്റെ 3 കൂട്ടുകാർ വന്നു. ഇയ്യോബിൻ്റെ 3, ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ ഓർത്ത്, കർത്താവ്, ഇങ്ങനെ ഒരു കൂട്ടുകാരൻ പോലും എനിക്കില്ല. ഇയ്യോബിന് എത്ര കൂട്ടുകാരുണ്ട്? 3 കൂട്ടുകാർ. ഹല്ലേലൂയ. പക്ഷെ അത്രയും സത്യം ഞാൻ പറയാം, അത്രയും ഒരു കൂട്ടുകാരൻ പോലും എനിക്കില്ല. ഈ 3 കൂട്ടുകാർ ഇയ്യോബിന് സംഭവിച്ച അനർത്ഥത്തെക്കുറിച്ച് കേട്ടു. നിങ്ങൾ ഒന്ന് വായിച്ചില്ലെങ്കിൽ ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം. 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. അനന്തരം തേമാന്യനായ എലീഫസ്, ശൂഹ്യനായ ബിൽദാദ്, നയമാത്യനായ സോഫർ എന്നിങ്ങനെ ഇയ്യോബിന്റെ 3 സ്നേഹിതന്മാർ ഈ അനർത്ഥമൊക്കെയും അവന് ഭവിച്ചത് കേട്ടപ്പോൾ അവർ ഓരോരുത്തൻ താന്താന്റെ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് അവനോട് സഹതിപ്പിക്കാൻ. ഒന്നാമത് അവരുടെ മനസ്സ് കണ്ടോ, അവരുടെ സ്നേഹിതന് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഒരുത്തൻ തൃശ്ശൂന്നും ഒരുത്തൻ ഷൊർണൂരിന്നും ഒരുത്തൻ, ഞാനിവിടെ നമ്മൾ മനസ്സിലാകാൻ പറയുക, ഒരുത്തന് കന്യാകുമാരിയിൽ നിന്നും ബസ് കയറി. ഞാനൊരു ചോദ്യം ചോദിക്കുക, നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തൊരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ അവൻ അല്ലേലും അത് വരുമെന്ന് എനിക്കറിയാം, അവൻ്റെ കയ്യിരിപ്പ് ശരിയല്ല, അത് വരണോടാ, ഇതൊക്കെ ദൈവത്തിൻ്റെ ന്യായവിധിയാ, കോടാലിയാന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് നമ്മുടെ കൂട്ടുകാർ. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇയ്യോബിൻ്റെ കൂട്ടുകാർ നോക്കണം. ഒരുത്തൻ കന്യാകുമാരിയിൽ നിന്നും കയറി, ഒരുത്തൻ തൃശ്ശൂരിൽ നിന്നും കയറി, ഒരുത്തൻ പാലക്കാട്ടിൽ നിന്നും കയറി. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് കേട്ടെ, ദൈവത്തിന് സ്തോത്രം. അവരെന്തിനാ വന്നെന്നറിയാമോ? അവനോട് സഹതപിപ്പാനും അവനെ ആശ്വസിപ്പിക്കാനും പോകണമെന്ന് തമ്മിൽ പറഞ്ഞു. അവർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു, എടാ അയ്യോ വലിയ കഷ്ടത്തിലാണ്, ഞാൻ ഇന്ന് കന്യാകുമാരി എക്സ്പ്രസ്സെ കയറും, നീ ഇന്ന് നേത്രാവതിയെ കയറിക്കോണം. സ്തോത്രം. മറ്റേ പുള്ളിക്കാരൻ പറഞ്ഞു, വേറൊരു ട്രെയിനിൻ്റെ പേരൂടെ പറയാം, എനിക്ക് കിട്ടുന്നില്ല. വേണാട്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ട്രെയിനെ ഞാൻ അധികം യാത്ര ചെയ്യാത്ത ആളായതുകൊണ്ടാണ്. അപ്പം വേണാട് ഞാൻ കയറുവാന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടെ വന്ന് തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ എങ്ങനെ പറയുന്നത്. എന്നിട്ട് ഇവർ പറയുകയാണ്, ഇയ്യോബിനെ കാണാനായിട്ട് വരിക. നിങ്ങൾ ശ്രദ്ധിക്കണം. അവർ അകലെ വെച്ച് നോക്കിയാറേ അവർ എലൈറ്റ് കയറി എല്ലാവരും നല്ലതായിട്ട് കഴിക്കുകയൊക്കെ ചെയ്തിട്ട്, സ്തോത്രം, ഈ തിരുവല്ലയിലായോണ്ടാണ് എലൈറ്റിൻ്റെ പേര് പറഞ്ഞു. അപ്പം നേരെ കഴിക്കുകയൊക്കെ ചെയ്തിട്ട് ഇയ്യോബിനെ കാണാൻ വരിക. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ. അവർ അകലെ വെച്ച് നോക്കിയാൽ അവനെ തിരിച്ചറിഞ്ഞില്ല. ദൂരെ നിന്ന് നോക്കിയപ്പം അവനെ തിരിച്ചറിഞ്ഞില്ല. ഒരാൾ ഇരിക്കുന്ന കാണാം, പക്ഷെ നമ്മൾ പണ്ട് കണ്ട പോലല്ല, ഫേസ്ബുക്കിലെ കഴിഞ്ഞ വർഷത്തെ ഫോട്ടോ അല്ല, മനസ്സിലാകാത്തൊരു ഫോട്ടോ. അവർ ഉറക്കെ കരഞ്ഞു. ഇവരിത് കണ്ട ചെന്നറിയോ? ഉറക്കെ കരഞ്ഞു. ഉടനെ അവർ തമ്മിൽ, എടാ ഞങ്ങൾ കണ്ടു കേട്ടോ, കരമാ, ഗുണപ്പെടാത്തേണ്ടയാ എന്നൊന്നും പറഞ്ഞില്ല. അവരുടനെ വസ്ത്രം കീറി കരച്ചില്. ഓടിപ്പോയല്ലേ. അവരെന്തോ ചെയ്തെന്നാ എഴുതിയേക്കുന്നത്? ഉറക്കെ കരഞ്ഞു. കരഞ്ഞു. വസ്ത്രം കീറി പൊടിവാരി മേലോട്ട് തലയിൽ വിതറി. അവന്റെ വ്യസനം അതികഠിനമെന്ന് കണ്ടിട്ട് അവർ ആരും ഒരു വാക്കും മിണ്ടാതെ അന്നേരം വരെ മിണ്ടിയവർ മിണ്ടൽ നിർത്തി 7 രാപ്പകൽ അവനോടുകൂടെ നിലത്തിരുന്നു. നിങ്ങൾ എന്നെ നോക്കിയോ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ 7 ദിവസം വേണ്ട, ഒരു ദിവസം വന്നിരിക്കുന്ന ഒരു കൂട്ടുകാരനുണ്ടോ? എനിക്കില്ല. ഉണ്ടോ? സത്യം പറ, ഉണ്ടോ ബ്രദറെ ഉണ്ടോ? ഒരു അസുഖം വന്നാൽ നമുക്ക് വന്ന് നമ്മുടെ കൂടെ 7 ദിവസം വന്നിരിക്കുന്ന ഒരു കൂട്ടുകാരനുണ്ടോ? എനിക്കില്ല. ഞാൻ അന്നേരം ആരെങ്കിലുമൊക്കെ ബ്രദറെ നമ്മളെ ഒന്ന് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് കാല് പിടിച്ചാൽ കൂടെ കൊണ്ടിരുത്തുന്നു. ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. ഇയ്യോബിന് അത്ര നല്ല കൂട്ടുകാരാ 3 പേര്. അവന്മാർ വന്ന് ഇവൻ അനർത്ഥം കണ്ടേച്ച് പൂഴി വാരി തലവഴിയിട്ട് വസ്ത്രം കീറി. എന്നിട്ട് രാവിലെ യോമിനെ കാണാൻ വന്നപ്പം എലൈറ്റിൽ നിന്ന് 3 അപ്പവും മുട്ടക്കറിയും കൊണ്ട് കൊടുത്തു. കുറച്ചു നേരം വർത്താനം പറഞ്ഞു. ഉച്ചയ്ക്ക് എലൈറ്റ് AC ഹോമിൽ കുറുമി പോയി കിടന്ന് കൂർക്കം വലിച്ചുറങ്ങി. 4 മണിയായപ്പോൾ 4 പരിപ്പോടയും കൊണ്ട് കൊടുത്തു. രാത്രി ഒരു ബിരിയാണിയും കൊണ്ട് കൊടുത്തേച്ച് ഞങ്ങൾ 7 ദിവസം പുള്ളിയെ പോയി കണ്ടെന്ന് വരുത്തുവല്ല ചെയ്തത്. അവരാഹാരം പിടിഞ്ഞ് പൂഴിക്കകത്തിരുന്ന് തൻ്റെ സ്നേഹിതന് വന്ന അനർത്ഥത്തിന് വേണ്ടി കരയുക. തുറന്നു പറയാം, കേരളത്തിൽ ഇങ്ങനൊരു കൂട്ടുകാരൻ കാണുകയില്ല. ഉണ്ടെങ്കിൽ യോഗം കഴിഞ്ഞുള്ളവർ എനിക്കൊന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയക്കണം. സ്തോത്രം. ലൈവിൽ കാണുന്നവരൊക്കെ മെസ്സേജ് അയക്കണം, എനിക്കിങ്ങനൊരു ഫ്രണ്ടുണ്ട്, എനിക്ക് പോയി അവനെ കണ്ടൊന്ന് കൈ കൊടുക്കാനും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ആ കൂട്ടുകാരന്മാരെല്ലാം വന്നിവന് പോകുന്നില്ല. ഞാനൊരു ദൂത് പറയാം, അനർത്ഥം കാണാൻ വന്നവൻ അവിടുന്ന് പോയില്ല. അവൻ ഇവൻ്റെ നന്മ കണ്ടിട്ടാ പോയത്. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പ്രവചിച്ചു പറയാം, അനർത്ഥം വരുമ്പോൾ ആരും കാണത്തില്ലെങ്കിലും ജീസസ്, ഈ സദൃശവാക്യത്തിൽ ഒരു വാക്യമുണ്ട്, സ്നേഹിതൻ എക്കാലത്തും സ്നേഹിതനാ.
ആപത്ത് കാലത്ത് സ്നേഹിതൻ സഹോദരനാവും. ഹല്ലേലൂയ. തപ്പി പിടിക്കാ വാക്യം. ആമീൻ. ദൈവത്തിന്റെ സ്തോത്രം. സ്നേഹിതൻ എക്കാലത്തും സ്നേഹിതനാണ്. പക്ഷേ അനർത്ഥകാലത്ത് സ്നേഹിതൻ സഹോദരനാകും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാണ്. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു. റെഫറൻസ് കൂടെ പറഞ്ഞേ. 17:17 സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു. എല്ലാ കാലത്തും സ്നേഹിക്കുന്നു. അനർത്ഥകാലത്ത് അവൻ സഹോദരനായിത്തീരും. അനർത്ഥകാലത്ത് എന്ത് ചെയ്യും? സഹോദരനായിത്തീരും. അവൻ സഹോദരനായിത്തീരും. സ്നേഹിതന്റെ ഒരു പ്രത്യേകതയാണ്, അനർത്ഥം വരുമ്പോൾ അവൻ സഹോദരനായി മാറും. ഹല്ലേലൂയ. ഞാൻ ഇച്ചിരുടെ ഗഹനമായിട്ട് ഈ ദൂതിനെ കൊണ്ടുപോകാം. അങ്ങനെ യോബിന്റെ കൂട്ടുകാരെല്ലാം വന്ന് ഇവരിയ്ക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. AC കാറെ ഇരുന്നുകൊണ്ട് കമന്റ് പറയുമല്ല, പൂഴിക്കകത്ത് കിടക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണം. കൂട്ടുകാർ പൂഴിയിൽ കിടക്കുന്നു, യോബ് ചാരത്തിൽ കിടക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഈ സാഹചര്യത്തിൽ അങ്ങോട്ട് നിന്നിട്ട് കൂട്ടുകാരന്മാർ പറഞ്ഞാശ്വസിപ്പിക്കുന്നു. ഇടയ്ക്ക് കുറ്റമൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് ആ കുറ്റം ഇപ്പം എടുക്കണ്ട. പറഞ്ഞു കൊടുക്കുന്ന ദൂതിനകത്തെ ഒരു സ്നേഹിതൻ, അതായത് തേമാന്യനായ എലിഫസ് ഇവനോട് സംസാരിക്കുന്ന ഭാഗത്തെ വചനമാണ് നമ്മൾ വായിച്ചു കേട്ടത്. 5-ാം അധ്യായത്തിലോട്ട് നമുക്ക് പെട്ടെന്നൊന്ന് വരാം. യോബിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിലോട്ട് പെട്ടെന്ന് വരാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇത് സംഭവിച്ചപ്പം യോബ് ആ സ്നേഹിതൻ തേമാന്യനായ എലിഫസ് വന്ന് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ചു കേൾക്കണം. അതിൻ്റെ 5-ാം അധ്യായം എന്നെടുത്ത്. ഹല്ലേലൂയ. 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കാവോ? അനർത്ഥം ഉത്ഭവിക്കുന്നത് പൂഴിയിൽ നിന്നല്ല, കഷ്ടത മുളയ്ക്കുന്നത് നിലത്തുനിന്നുമല്ല. തീപ്പൊരി ഉയരെ പറക്കുന്നത് പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. യോബിനെ പറഞ്ഞ് ഉറപ്പിക്കുക, നീ പേടിക്കണ്ട, ഇപ്പോൾ ഉണ്ടായ കഷ്ടത തീപ്പൊരി ഉയരെ പറക്കുന്ന പോലെ. തീപ്പൊരി ഉയരെ പറക്കുന്ന എങ്ങനെ? ചോദ്യം. തീപ്പൊരി പറന്നു പോകുന്നത് കണ്ടിട്ടുണ്ടോ? എല്ലാവരും എന്നെ നോക്കിയിരിക്കുന്നു. കണ്ടിട്ടുണ്ടോ? പറന്ന് പൊങ്ങി വെച്ച് അവിടെ നിന്ന് കത്തുവോ? ഇല്ല. തീപ്പൊരി പോലെ മേപ്പോട്ടി എന്നിട്ട് പൊട്ടി താഴെ വീഴും എന്ന് പറഞ്ഞാൽ പിന്നെ കത്തത്തില്ല. ഇതുപോലെ നിന്റെ ഈ കഷ്ടത, നീ അതിനായിട്ട് ജനിച്ചിരിക്കുക. എന്നിട്ട് ദൈവത്തിന് സ്തോത്രം. അവനോട് പറയുന്നൊരു ഭാഗമുണ്ട്. 8-ാമത്തെ വാക്യം. ഞാനോ ദൈവത്തിങ്കിലേക്ക് നോക്കുമായിരുന്നു. യോബേ, നിനക്ക് പ്രശ്നം വന്നപോലെ എനിക്ക് വന്നിരുന്നെങ്കിൽ ഞാൻ ദൈവത്തിലേക്ക് നോക്കും. എന്റെ കാര്യം ദൈവത്തിങ്കൽ ഏൽപ്പിക്കുമായിരുന്നു. എന്റെ കാര്യം ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കും. അവൻ ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങൾ. അവൻ ആരാന്നറിയാമോ? ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങൾ, അസംഖ്യമായ അത്ഭുതങ്ങളും ചെയ്യുന്നു. അസംഖ്യമായ അത്ഭുതങ്ങളും ചെയ്യുന്ന ഭൂതലത്തിൽ മഴ പെയ്ക്കുന്നു. മതി. അങ്ങനെ അവൻ അങ്ങോട്ട് പറഞ്ഞ് താഴോട്ട് വന്ന് 18-ാമത്തെ വാക്യത്തിൽ പറയാൻ, നീ പേടിക്കണ്ട. അവൻ മുറിവേൽപ്പിക്കുകയും, അവൻ മുറിവേൽപ്പിക്കുന്നവനാണെങ്കിൽ മുറി കെട്ടുകയും മുറിവ് കെട്ടുന്നവനുമാണ്. ഒരാമയും പറയണം. 2-ാമത് പറയുക, അവൻ ചതയ്ക്കുന്നവനാണെങ്കിൽ പൊറുപ്പിക്കുന്നവനാ. 6 കഷ്ടത്തിൽ നിന്ന് അവൻ നിന്നെ വിടുവിച്ചാൽ 7-ാമത്തെ തിന്മ നിന്നെ തൊടുകയില്ല. ഇന്ന് തുടങ്ങിയിടത്തെയുള്ള അടുത്ത ദിവസങ്ങളിൽ ആ ദൂത് പറയാൻ പോവുക. കർത്താവിന്റെ സ്തോത്രം. 1-ാമത്തെ ഭാഗം ഞാൻ എടുക്കാൻ പോവാ. നിങ്ങൾ ശ്രദ്ധിക്കണം. അവൻ മുറിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നു. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ഇത് ശാരീരിക മുറിവിനെ കുറിച്ചല്ല ബൈബിൾ എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹൃദയത്തിനേറ്റ മുറിവ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാമോ, സ്തോത്രം, നമുക്കൊരു വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായി മുറിവുണ്ടായാൽ, ഒരാൾ നമ്മൾ കത്തിക്ക് കുത്തി മുറിഞ്ഞാൽ, ഒന്നി കുത്തിക്കെട്ടി മരുന്ന് വെച്ചാൽ മുറിവുണങ്ങും. എന്നാൽ ഉണങ്ങാത്തൊരു മുറിവാണ് ഹൃദയത്തിനകത്ത് ഉണ്ടാകുന്ന മുറിവ്. ഞാൻ ഈയിടെ ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടത് ആ ചെറുപ്പക്കാരൻ കുവൈറ്റിൽ ദൈവത്തിന് സ്തോത്രം അബ്ബാസിയ എന്ന് പറയുന്ന സ്ഥലത്ത് സ്വന്തമായി ഒരു കമ്പനി നടത്തുകയാണ്. ശ്രദ്ധിക്കണം. ഒരു കമ്പനി നടത്തി നല്ല ലെവലിൽ ആ കമ്പനി ഉയർന്നു വരുമ്പം ദൈവത്തിന് സ്തോത്രം തൻ്റെ ഭാര്യ അവിടെ നേഴ്സായി വർക്ക് ചെയ്യുക. കമ്പനിയിൽ നേഴ്സിംഗ് ജോലിയും കമ്പനിയും വേറെയാണെങ്കിലും കമ്പനിയുടെ കാര്യങ്ങളൊക്കെ പഠിച്ചപ്പം സ്തോത്രം ഈ കമ്പനി കൊണ്ട് നല്ല അനുഗ്രഹം കിട്ടുന്നത് കൊണ്ട് തൻ്റെ ഭാര്യയോടൊപ്പം ഒരു കമ്പനി പുള്ളി തുടങ്ങിക്കൊടുത്തു. മോളെ, നീയും നടത്തടി കമ്പനി. സ്തോത്രം. ഹല്ലേലൂയ. നീ എൻ്റെ പൊന്നു ഭാര്യയല്ലേ, നീയും നടത്തുമോളെ കമ്പനി. ആ ഓമന പോലുള്ള 3 പിള്ളേര്, 2 ആൺപിള്ളാരും ഒരു പെങ്കൊച്ചും. നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ കമ്പനി വളർന്നു, ഭാര്യയുടെ കമ്പനി അതിനെക്കാട്ടി വളർന്നു. ദൈവത്തിന് സ്തോത്രം. ചുരുക്കി പറയാം, ഒരു ദിവസം ഈ പുള്ളി വാവിട്ട് കരഞ്ഞുകൊണ്ട് എൻ്റെ അടുക്കൽ വരിക, പാസ്റ്റർ, എൻ്റെ ഭാര്യയ്ക്ക് തുടങ്ങിയ കമ്പനിക്ക് കൊടുത്ത ഒരു മാനേജരും എൻ്റെ ഭാര്യ കൂടെ വിവാഹിതരായി 3 പിള്ളേരെ ദൈവത്തിന് സ്തോത്രം പുറം തള്ളി.
ആമി അദ്ദേഹം എന്നോട് പറയുക, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, കഴിക്കാൻ പറ്റുന്നില്ല. കാരണം ആ ഭാര്യയിൽ അത്രമാനം സ്നേഹിതനായിരുന്നു ആ ഭർത്താവ്. അവൻ എന്നോട് പറഞ്ഞു, ഞാൻ മെൻ്റൽ ഹോസ്പിറ്റലിൽ 41 ദിവസം കടന്നു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ശക്തിയേറിയ ഗുളിക കഴിച്ചിട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല. എനിക്കേറ്റ മുറിവ് എങ്ങനെ ഉണങ്ങും? സ്തോത്രം. ആമി എൻ്റെ ഭാര്യ 3 കുഞ്ഞുങ്ങളെ പ്രസവിച്ചതാ. ആ 3 കുഞ്ഞുങ്ങളും ഡാഡ എന്ന് പറഞ്ഞ് എൻ്റെ ചുറ്റുമുണ്ട്. ആമി പ്രായപൂർത്തിയായ പിള്ളേരാ. മമ്മിക്ക് തെറ്റിയെങ്കിൽ തെറ്റട്ടെ ഡാഡ, ഞങ്ങളുണ്ട് കൂടെന്ന് പറഞ്ഞിട്ടും മുറിവുണങ്ങുന്നില്ല. ഞാനിപ്പോഴും ഒരു കാര്യം പറയാം. ഞാൻ അവനോട് ഒത്തിരി ആശ്വാസവാക്ക് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു, അമ്മി സ്തോത്രം, അമ്മി കോട്ടയത്തൊരു മീറ്റിംഗ് ഉണ്ട്. ഈ മാസത്തിൻ്റെ ആരംഭത്തിലെ മീറ്റിംഗ് ആയിരുന്നു. പുതിയ സാമ്പത്തിക വർഷത്തെ മീറ്റിംഗ്. അന്ന് നീ വന്ന് മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യണം. അവരെല്ലാവരും വരുന്നതിന് മുമ്പേ ആ സഭാ ഹോളി വന്നു. ആയിരങ്ങൾ കൂടി ആ മീറ്റിങ്ങിനകത്ത് അതിഭയങ്കരമായ ദൈവപ്രവർത്തികൾ വെളിപ്പെട്ടു. ഞാൻ അവനെ മീറ്റിംഗ് നോക്കിയപ്പോൾ കണ്ടു, അവൻ വാവിട്ട് കരയുന്ന കാഴ്ച. കരച്ചിലെല്ലാം കഴിഞ്ഞിട്ട് അവൻ എന്നോട് പോലും മിണ്ടാതെ തിരിച്ചു പോയി. സ്തോത്രം. അല്പ ദിവസം കഴിഞ്ഞിട്ട് അവൻ തിരിച്ച് അതേ രാജ്യത്തേക്ക് തിരിച്ചുപോയി. അവിടെ ചെന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ, കഴിഞ്ഞ 9.5 മാസമായി ഉണങ്ങാത്ത മുറിവ് ആ മീറ്റിങ്ങിൽ വെച്ച് എൻ്റെ ദൈവം ഉണക്കി തന്നു. ഞാൻ ചോദിച്ചു, എന്താ സംഭവിച്ച്? ആഴമേറിയ ഒരു ദൈവസ്പർശനം അന്നത്തെ വചനത്തിനകത്ത് എൻ്റെ ഹൃദയത്തെ തട്ടി. ഞാനൊരു ദൂത് നിന്നോട് തുറന്നു പറയാം. നിന്റെ മുറിവുണക്കാൻ കഴിയുന്ന ഒരൊറ്റ സ്ഥലം ദൈവസന്നിധിയാണ്. ചില വാക്കുകൾ നിമിത്തം വീണ മുറിവ് ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ അത് ഉണങ്ങുവാനായി ഇന്ന് പകൽ അവൻ മുറിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്ന ദൈവമാണ്. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, രഹസ്യമായ ജീവിതത്തിനകത്ത് മുറിവേറ്റ ചിലരെ എനിക്ക് ആത്മാവിൽ കാണാം. ചിലർ ചതിവ് നിമിത്തം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നൊരു കാര്യം പറയാം. ഒരു മാതാവും പിതാവും കൂടെ എൻ്റെ അടുക്കൽ വന്നു. അവർക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 61 വയസ്സ് ഉണ്ട് അച്ചായന്, 59 വയസ്സുണ്ട് അമ്മാമ്മയ്ക്ക്. അവർ രണ്ടുപേരും സ്തോത്രം നീണ്ട വർഷങ്ങൾ ബഹറിലായിരുന്നു. അവരവിടെ കിടന്ന് ഏകദേശം 2-3 കോടി രൂപ സമ്പാദിച്ച് ആലുവായിലെ ബാങ്കിൽ കൊണ്ടുവന്നിട്ടിട്ട് ദൈവത്തിന് സ്തോത്രം അതിന് ഇൻട്രസ്റ്റ് എടുത്ത് മാത്രം ജീവിക്കാം. മക്കൾ 2 പേരുണ്ട്, 2 പേരും ഡോക്ടർമാരാണ്. അവർ എത്ര വേണമെങ്കിലും അപ്പനും അമ്മയ്ക്കും പൈസ കൊടുക്കും. പക്ഷേ അവർ കൊണ്ടുവന്ന 3 കോടി രൂപ അവരുടെ ഡിസ്റ്റന്റ് റിലേഷനിൽ ഒരു കസിൻ വന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ്, നിങ്ങൾക്ക് ഇങ്ങനെ ബാങ്കിൽ നിന്ന് കിട്ടിയാൽ എത്ര രൂപ കിട്ടും? ഞാൻ എല്ലാ മാസവും നിങ്ങൾക്ക് ഇത്ര ലക്ഷം വെച്ച് തരാം, അത് ഇത്ര നാളത്തേക്ക് എൻ്റെ കയ്യിലോട്ടൊന്ന് താന്ന് പറഞ്ഞ് സ്നേഹത്തോടെ അപ്പച്ചനെയും അമ്മച്ചയൊക്കെ കെട്ടിപ്പിടിച്ചേച്ച് ആ കാശും കൊണ്ട് സ്ഥലം വിട്ടു. ചുരുക്കി പറയാം, സ്തോത്രം, അവൻ പിന്നെ എതിരെ പോയെന്ന് ഒരു പിടിയില്ല. പോലീസിൽ കൊടുക്കുമ്പം പോലീസ് പറയും ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോടതി കൊടുക്കുമ്പം വക്കീൽ പറയും ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ആ മനുഷ്യനോട് പറയുക, മക്കൾ പൈസ തരും, അതല്ല വിഷയം, ഒരു ജന്മം അധ്വാനിച്ചത്. സ്തോത്രം. അരമുറുക്കി ഉടുത്തോണ്ട് ആഹാരം വെടിഞ്ഞും മാറ്റിവെച്ച പണം നഷ്ടപ്പെട്ടു പോയി. പാസ്റ്ററെ, ഞങ്ങൾക്ക് ഈ മുറിവുണങ്ങുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, സമ്പത്ത് തിരിച്ചു കിട്ടിയാലേ മുറിവുണങ്ങുമെന്നല്ല അതിൻ്റെ അർത്ഥം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. അങ്ങനെ പല ദിവസങ്ങൾ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഇതുപോലെ അവരോട് ഞാൻ പറഞ്ഞു, അടുത്തെവിടെ മീറ്റിംഗ് കണ്ടാലും നിങ്ങളവിടെ പോകണം. ഒരു ദിവസം അവരൊരു മീറ്റിങ്ങിൽ പങ്കെടുത്തു. ഒരു ദൈവദാസൻ്റെ മീറ്റിങ്ങിൽ. എൻ്റെ ഒരു സ്നേഹിതനാ പുള്ളി. അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങിൽ പോയി പങ്കെടുത്തു. മീറ്റിംഗ് കഴിഞ്ഞ് എന്നോട് വന്ന് പറഞ്ഞു, പാസ്റ്ററെ, വർഷങ്ങളായി അനുഭവിക്കാത്ത ഒരു സമാധാനം ഹൃദയത്തിലുണ്ടായി. പൈസ കിട്ടിയില്ല, പക്ഷെ സമാധാനം ഉണ്ടായി. ഞാനൊരു ദൂത് നിങ്ങളോട് തുറന്ന് പറയാം, ഏത് മുറിവും ഉണക്കാൻ കഴിയുന്നവൻ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ ലൈഫിൽ വന്ന ഏറ്റ മുറിവ് സ്നേഹിതം പറയുക, മുറിച്ചത് അവനാണെങ്കിൽ ആ മുറിവ് കെട്ടാൻ അവന് കഴിയും. ലോകത്തിൽ ആർക്കും കെട്ടാൻ കഴിയാത്ത മുറിവിനെ ഇന്നും നിന്റെ അകത്ത് കെട്ടിയിട്ട് നിന്നെ സമാധാനത്തോടെ നടത്താൻ എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. നമുക്കൊരു വാക്യം വേദപുസ്തകത്തിൽ നിന്ന് ഒന്ന് വായിക്കണം. അടുത്തിരിക്കുന്ന ആളെ തൊട്ടേച്ച് പറ, നിന്റെ മുറിവ് അവൻ കെട്ടുമെന്ന് പറ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിങ്ങൾക്കറിയാമോ, ഒരു മനുഷ്യൻ കൂടെ യോഗത്തിന് വരുന്നത് ഓരോ പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ അവന് കാറും വീടും പിള്ളേരുടെ കല്യാണം നടന്നിട്ടല്ല. ലോകത്തിൽ ഒന്നിനും ആർക്കും തരാൻ കഴിയാത്തതുപോലെ അവൻ്റെ ഹൃദയത്തിനേറ്റ സ്പർശനമാണ്. ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം, യഥാർത്ഥമായി ഒരുവൻ ദൈവത്തെ കണ്ടാൽ ആകാശം ഭൂമി ഇളകിയാലും അവൻ ദൈവത്തെ വിട്ടുപോകത്തില്ല.
1000 അനുഭവങ്ങൾ ആത്മീക ജീവിതത്തിൽ ഉണ്ടാകും. ആമീൻ. നിങ്ങളോട് ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ പറയാം, എത്ര വട്ടം നിന്റെ മുറിവ് ദൈവം കെട്ടിയിട്ടുണ്ട്. അവൻ മുറിവുകളെ കെട്ടുന്ന ദൈവമാണ്. ചിലതൊക്കെ മറക്കാൻ, ചിലതൊക്കെ ക്ഷമിക്കാൻ കർത്താവ് കൃപ തരും. എനിക്കൊരിക്കലും എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു കാര്യം മറക്കാൻ പറ്റുന്നില്ല. ഒരു ചെറിയ സംഭവം, പക്ഷെ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. എന്നെ അങ്ങ് അലട്ടിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. പക്ഷേ ആമീൻ, ഏകദേശം ഒരു 6-7 മാസം ഞാൻ പ്രസംഗിക്കുമ്പോഴും ആ പ്രശ്നം എന്നെ അലട്ടിക്കൊണ്ടിരിക്കുക. ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ ഒരു വീട് നയിക്കുന്ന ഒരു ഗൃഹനാഥനാണ്. ഹല്ലേലൂയ. ആ പുരുഷന് പുരുഷൻ്റെതായ അധികാരമുണ്ട്. ഹല്ലേലൂയ. ഞാൻ കുറേ നാൾ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്കേറ്റ ആ മുറിവ് ഉണക്കണേ. ഒരു ദിവസം ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ എനിക്ക് ആ മുറിവ് ദൈവം ഉണക്കി തന്നു. ഹല്ലേലൂയ. അമ്മീ എന്നെ മുറിവേൽപ്പിച്ചവനോട് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഈ യോഗത്തിൻ്റെ എല്ലാ സഭായോഗത്തിലും എനിക്ക് മുറിവേൽപ്പിച്ച ആളിപ്പോൾ ഇവിടെ യോഗത്തിലുണ്ട്. ഞാനൊരു ദൂത് നിങ്ങളോട് തുറന്നു പറയാം, മുറിവാരേൽപ്പിച്ചാലും അത് ഉണക്കാൻ കഴിയുന്നവൻ ദൈവമാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, ആരോടും തുറന്നു പറയാൻ കഴിയാതെ നിന്റെ രക്തബന്ധങ്ങൾ പലതും ഉയർന്നപ്പോഴും അർഹിക്കുന്ന പല അനുഗ്രഹങ്ങളും നിന്റെ കുടുംബത്തിൽ തടസ്സപ്പെട്ടത് നിമിത്തം നിന്റെ ഹൃദയത്തിനേറ്റ ആഴമേറിയ മുറിവ് ഇന്ന് ഗിലെയാദിലെ സുഗന്ധ തൈലം പുരട്ടി നിന്റെ മുറിവിനെ ഉണക്കുവാൻ കഴിവുള്ള യേശു. ഹോശേയ പ്രവാചകന്റെ പുസ്തകത്തിലോട്ട് നമ്മുടെ ചിന്തകളെ നമുക്ക് കൊണ്ടുപോകാം. 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഹോശേയ പ്രവചിക്കുകയാണ്. 1-ാം വാക്യം അവസാനിക്കുന്നിടം ആദ്യം നമുക്ക് വായിക്കാം. അവൻ മുറിവ് കെട്ടുന്ന ദൈവമാണ്. അവൻ മുറിവ് കെട്ടും. അവൻ എന്ത് ചെയ്യും? മുറിവ് കെട്ടും. നമുക്ക് അതിന്റെ 1 മുതൽ ഒന്ന് വായിച്ചു തുടങ്ങാം. വരുവീൻ നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. ഞാനൊരു കാര്യം പറയാം, മുറിക്കപ്പെട്ടവരോട് ഞാൻ ദൂത് പറയുക, ഇത് കെട്ടണമെങ്കിൽ നീ ദൈവത്തിന്റെ അടുക്കലേക്ക് വരണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ അടുക്കലേക്ക് വരണം. വന്നാൽ ദൈവത്തിന് സ്തോത്രം, ആമേൻ, നിന്റെ മുറിവ് കെട്ടും. ഞാനിപ്പോൾ ഒരിക്കലും ഒരു രാജ്യത്ത് ഞാൻ ദൈവവചനം പ്രസംഗിക്കാൻ പോയ സമയത്ത് ഒരു പെൺകുട്ടിയെ ഞാൻ പരിചയപ്പെട്ടു. ആമേൻ. അവിടെ ഹസ്ബൻഡ് മരിച്ചുപോയി. ഹല്ലേലൂയ. ആമേൻ. അവരൊന്നിച്ചൊരു ബെഡിൽ കിടന്നുറങ്ങുന്ന സമയത്ത് രാത്രിയിൽ അവൾ വിവാഹം കഴിച്ചിട്ട് ഏകദേശം 6-7 മാസമേ ആയുള്ളൂ. ഹസ്ബൻഡിനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുക. രാവിലെ എഴുന്നേറ്റ് ഹസ്ബൻഡിനെ വിളിച്ചപ്പോൾ ഹസ്ബൻഡ് എഴുന്നേൽക്കുന്നില്ല. നോക്കിയപ്പോൾ രാത്രി കാർഡിയാക് അറസ്റ്റ് വന്ന് ആ മനുഷ്യൻ യൗവന പ്രായത്തിൽ അവിടെ കിടന്നുകൊണ്ട് ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. പക്ഷേ ആ പെൺകുട്ടി ഉണർന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ കണ്ടുപിടിച്ചു രാത്രി 12:15 മരിച്ചതാണ്. രാവിലെ 7:15 വരെ ആ ശവശരീരത്തെ കെട്ടിപ്പിടിച്ചു കിടന്നു. പെൺകുട്ടി എന്നോട് പറഞ്ഞു, പാസ്റ്റർ രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല. രാത്രി ഉറങ്ങുമ്പോൾ ഞാൻ ആരെയോ കെട്ടിപ്പിടിക്കുന്ന ഫീലായി. എന്നെ ഭയം കയറി അലട്ടി. എൻ്റെ യൗവന പ്രായത്തിൽ എനിക്കേറ്റ മുറിവ്. ഞാൻ ഒത്തിരി സൈക്കാട്രിസ്റ്റുകളുടെ അടുക്ക പോയി. പലരും ഞങ്ങൾക്ക് പല കൗൺസിലിംഗ് നടന്നു. ഒന്നും വിജയിച്ച് അവൾ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഞങ്ങൾ പോകുന്നൊരു കരിസ്മാറ്റിക് മീറ്റിംഗ്. ഞാൻ ആ ബ്രദറിനെ ഒരു ദിവസം രാത്രി വിളിച്ച്, ബ്രദർ ഉറങ്ങാൻ പറ്റുന്നില്ല ബ്രദർ, ടെറസിൽ പോയിരിക്കുക മാസങ്ങൾ. ആ ബ്രദർ പറഞ്ഞു, നമുക്ക് ഈ മാസം ഒരു 3 ദിവസം മീറ്റിംഗ് ഉണ്ട്. നീ 3 ദിവസം ഞങ്ങളുടെ വീട്ടിൽ വാ. ഞങ്ങൾ നിന്നെ മീറ്റിങ്ങിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരാം. എൻ്റെ വൈഫ് കൊണ്ടുപോയിക്കോളും, ഞാൻ ബിസിയാണ്. സ്തോത്രം. ഞങ്ങളുടെ മോൾ അല്ലെങ്കിൽ മൂത്ത മോള് കൊണ്ടുപോയിക്കോളും മീറ്റിങ്ങിൽ. നീ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കണം. ഹല്ലേലൂയ. ഈ പെൺകുട്ടിയുടെ അനുഭവം പറയുക. സ്തോത്രം. അന്ന് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശുഭ്രവസ്ത്രം ധരിച്ചൊരു മനുഷ്യൻ എൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഞാൻ നിന്നെ ഒന്ന് ആലിംഗനം ചെയ്യട്ടെ? ഹല്ലേലൂയ. അവൾ പറയുക, അതെൻ്റെ യേശുവായിരുന്നു. അവളെന്നോട്, അന്ന് എൻ്റെ ദുഃഖം മാറി. ഞാനൊരു ദൂത് നിന്നോട് പറയാം, നീ മുറിക്കപ്പെടാനൊരു കാലമുണ്ടെങ്കിൽ നിന്റെ മുറിവ് കെട്ടപ്പെടാൻ
ഹോശയ്യ പ്രവാചകന്റെ പുസ്തകത്തിലോട്ട് നമ്മുടെ ചിന്തകളെ നമുക്ക് കൊണ്ടുപോകാം. 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഹോശയ്യ പ്രവചിക്കുകയാണ്. 1-ാം വാക്യം അവസാനിക്കുന്നിടം ആദ്യം നമുക്ക് വായിക്കാം. അവൻ മുറിവ് കെട്ടുന്ന ദൈവമാണ്. അവൻ മുറിവ് കെട്ടും. അവൻ എന്ത് ചെയ്യും? മുറിവ് കെട്ടും. നമുക്ക് അതിന്റെ 1 മുതൽ ഒന്ന് വായിച്ചു തുടങ്ങാം. വരുവീൻ നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. ഞാനൊരു കാര്യം പറയാം. മുറിക്കപ്പെട്ടവരോട് ഞാൻ ദൂത് പറയുക, ഇത് കെട്ടണമെങ്കിൽ നീ ദൈവത്തിന്റെ അടുക്കലേക്ക് വരണം. ഹല്ലേലൂയ. കർത്താവിന്റെ അടുക്കലേക്ക് വരണം. വന്നാൽ ദൈവത്തിന്റെ സ്തോത്രം, ആമേൻ, നിന്റെ മുറിവ് കെട്ടും. ഈ ഓഡിറ്റോറിയത്തിനകത്ത് ദൈവ സാന്നിധ്യം വ്യാപരിക്കുക. ഈ പന്തലിൽ ദൈവ സാന്നിധ്യം വ്യാപരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ അവൻ നിന്റെ ചാരെ നിപ്പുണ്ട്. അവൻ നിന്റെ അടുക്കൽ നിപ്പുണ്ട്. ഇനി നീ മുറിക്കപ്പെട്ടവളായി, മുറിക്കപ്പെട്ടവനായി നീ ഒതുങ്ങിക്കൂടണ്ട. നിന്റെ മുറിവുകളെ കെട്ടുക. എവിടൊക്കെയോ കൃപ വ്യാപരിക്കുക. ചിലരുടെ മാനസിക തലത്തെ തകർത്ത പൈശാചികത്വങ്ങൾ നിനക്ക് ചില മുറിവേൽപ്പിച്ച് നീ അനുഭവിക്കുന്ന വേദന കണ്ട് ചിരിക്കുന്ന അന്ധകാര ശക്തികളുടെ മുമ്പിൽ നിന്റെ മുറിവിനെ കെട്ടുന്ന നല്ല യേശു. നീ ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ടവനല്ല, സങ്കടപ്പെട്ടിരിക്കേണ്ടവനല്ല. ദൈവരാജ്യത്തിൻ്റെ സന്തോഷം, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം, അഭിഷേകത്തിൻ്റെ നിറവ് അത് പ്രാപിക്കേണ്ടവനാ. നീ ദൈവരാജ്യം ആസ്വദിക്കേണ്ടവനാ. കേട്ടോ, ഹോശയ്യ പറയുകയാണ്. നോക്കിയേ, 6-ാം അധ്യായം 1-ാം വാക്യം പറയാ, നമുക്ക് ദൈവത്തിന്റെ അടുക്കലേക്ക് വരുവീൻ നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. അല്ല, നമുക്ക് എവിടേക്ക് ചെല്ലാം? ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലാം. ഞാൻ നിങ്ങളോട് പറയാ, ഇന്ന് വചനം കേട്ടോണ്ട് നിങ്ങൾ വീടുകൾക്കകത്താണോ, മുറികൾക്കകത്താണോ, അടയ്ക്കപ്പെട്ട അറയ്ക്കകത്താണോ, കർത്താവ് പറയാ, ഓടി ദൈവത്തിന്റെ അടുക്കലേക്ക് വാ. ഇവിടെയാണ് മുറിവ് കെട്ടുന്ന സ്ഥലം. ഇവിടെയാണ് മുറിവുകൾ ഉണക്കുന്ന സ്ഥലം. നിങ്ങൾ നോക്കിയ, വരുവീൻ നമുക്ക് യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു. അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു. നോക്കിച്ചോ, അവൻ സൗഖ്യമാക്കും. ഒന്ന് വിശ്വാസം പറഞ്ഞ, അവൻ നിന്നെ, യേശു നിന്നെ സൗഖ്യമാക്കും. എത്ര പേർക്ക് ദൈവത്തിൽ നിന്ന് സൗഖ്യം ലഭിച്ചിട്ടുണ്ട്? ഒരിക്കലെങ്കിലും ദൈവത്തിൽ നിന്ന് സൗഖ്യം ലഭിച്ചിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും നിനക്ക് ദൈവത്തിൽ നിന്ന് നീ കഴിച്ച മരുന്നിന്റെ ശക്തിയല്ല, ആ മരുന്ന് കഴിച്ച എത്രയോ പേർ ഇന്നും രോഗിയാണ്. പക്ഷെ നീ സൗഖ്യമായത്. ഞാനൊരു സാക്ഷ്യം നിങ്ങളോട് പറയട്ടെ. ആ സാക്ഷ്യം പറയുന്ന ആൾ ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ എഴുന്നേൽപ്പിക്കത്തില്ല. ഹല്ലേലൂയ. ഒരിക്കലൊരു പെൺകുട്ടി എന്നെ കാണാനായിട്ട് നമ്മുടെ തിരുവല്ല ഈ സ്ഥലത്ത് വന്നു. അവൾ വന്നിട്ട് എൻ്റെ ഹാർട്ടിന് വലിയ പ്രശ്നമാണ്. ഹല്ലേലൂയ. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, നിനക്കൊരിക്കലും വിവാഹം കഴിക്കാനോ ഒരു കുഞ്ഞിനെ പേറാനോ ഒന്നും ഒരിക്കലും കഴിയത്തില്ല. ഹല്ലേലൂയ. അപ്പം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ യേശു എന്നോട് പറഞ്ഞു, നീ വിവാഹം കഴിക്കും, നിനക്ക് കുഞ്ഞുങ്ങളും ഉണ്ടാകും, നീ ഇന്ന് തൊട്ട് സൗഖ്യം പ്രാപിക്കാൻ പോയി. ഇപ്പം ഈ യോഗത്തിൽ മോളിരിപ്പുണ്ട്. ഹല്ലേലൂയ. അവൾ കുറച്ച് ദിവസം എൻ്റെ കൂടെ എറണാകുളത്തെ ഓഫീസിലെ സ്റ്റാഫായി വർക്ക് ചെയ്തു. ഹല്ലേലൂയ. എല്ലാ പ്രാർത്ഥനകളൊന്നും വിട്ടില്ല. ജീസസ്. എന്നാൽ ഇന്ന് അവൾക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു ഭർത്താവിനെ കൊടുത്തു. അവനൊരു രാജ്യത്ത് ജോലി ചെയ്യുക, അവളും അങ്ങോട്ട് പോകാൻ റെഡിയാവുക. ഡോക്ടർ ചരിത്രം തിരുത്തി എഴുതി. എന്താ നിനക്ക് വിവാഹം കഴിക്കാം. ഞാൻ എന്താ പറയുന്നത്? നിനക്കേറ്റ ഏത് മുറിവും ഇന്ന് പകൽ ഉണക്കാൻ കഴിയുന്ന യേശു. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, മുറിക്കപ്പെട്ട് കിടക്കുന്നൊരു കാലമുണ്ടെങ്കിൽ നിന്റെ മുറി ഉണക്കുന്നൊരു കാലമുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? തിരിച്ചറിഞ്ഞ് ദൈവത്തിനോട് സ്തോത്രം ചെയ്താട്ട് ഞാൻ ഇച്ചിരി ഗഹനമായിട്ട് വരാം. ഹല്ലേലൂയ. ഹോശയ്യ പറയുകയാണ്, വരുവീൻ നമുക്ക് യഹോവയുടെ അടുക്കലേക്ക് കയറി ചെല്ലാം. വരുവീൻ നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു. അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ സൗഖ്യമാക്കും. നെഞ്ചത്ത് കൈവച്ച് പറ, യേശു എന്നെ സൗഖ്യമാക്കും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ചില സമയത്തൊക്കെ ഞാൻ എൻ്റെ വിശ്വാസം പറയുകയാണ്. ചിലപ്പോൾ രോഗമൊക്കെ വരുമ്പം ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കയ്യിലോട്ട് പിടിച്ചിട്ട്, കർത്താവേ, ഞാൻ ഈ വെള്ളം ദൈവകരത്തിലോട്ട് തരികയാണ്. കർത്താവേ, ഞാൻ ഈ വെള്ളം കുടിക്കുകയാണ്, എന്നെ സൗഖ്യമാക്കണേ. ഞാൻ അങ്ങനെ എത്രയോ പ്രാവശ്യം പച്ചവെള്ളം കയ്യിലെടുത്ത് പിടിച്ച് കുടിച്ച് സൗഖ്യമായിട്ടുണ്ട്. ഹല്ലേലൂയ. രോഗം വരുമ്പോൾ ഇച്ചിരി എണ്ണയെടുത്ത്, ഹല്ലേലൂയ, മരുന്നിന് മാറ്റാൻ കഴിയാത്ത രോഗങ്ങൾ വരുമ്പോൾ ഇച്ചിരി എണ്ണയെടുത്ത് അവിടോട്ട് തൊട്ട്, ആരും ഇതൊന്നും കാണണ്ടാന്നേ. ബൈബിളി വാക്യമാണ്, നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് എണ്ണ പൂശി പ്രാർത്ഥിക്കണം. രഹസ്യമായിട്ട് ചെയ്യാം. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, പരസ്യമായിട്ട് ചെയ്യാം, ഒരു ബുദ്ധിമുട്ടുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലും ഞാനിപ്പോഴും ഓർക്കുന്നു, ഒരു കൃഷി ചെയ്യുന്ന ആളെ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ഞാനൊരു മലമുകളിലാണ് എൻ്റെ വീട്. ഹല്ലേലൂയ. പാസ്റ്ററെ,
ഞാൻ എന്തോ കൃഷി ചെയ്താലും ആ കൃഷി ഉണങ്ങിപ്പോകും. അതുകൊണ്ട് കഴിഞ്ഞൊരു വർഷം ഞങ്ങളുടെ വീട് വലിയ പട്ടിണിയിലായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന്, എൻ്റെ വീട്ടിലെ കാണാൻ വന്ന് കിച്ചണിൽ ചെന്ന് മാമി ഒരു പിടി ഉപ്പ് വാരി ഒരു പേപ്പറിനകത്ത് പൊതിഞ്ഞ് കൊടുത്ത ശേഷം പറഞ്ഞു, നിന്റെ കൃഷിഭൂമി കൊണ്ടിട്, സ്തോത്രം, നിനക്ക് കൃഷി ഉണ്ടാവും. നോക്കി, പിറ്റേ വർഷം അവന് നല്ല കൃഷി ഉണ്ടായി. അവൻ പിറ്റേന്ന് ചെയ്ത് കേൾക്കണോ, ഒരു പെട്ടിയോട്ടോ നിറച്ച് ഉപ്പുമായിട്ട് എൻ്റെ അടുക്ക വന്നു. എടാ, ഒരു പിടി ഉപ്പിട്ടപ്പോൾ ഇത്രയും അനുഗ്രഹമാണ് പെട്ടിയോട്ടോ. ഞാൻ പറഞ്ഞ അത് പെട്ടിയോട്ടോയിൽ ഉപ്പുമായിട്ട് പോക്കോണം, അത് പ്രാർത്ഥിച്ച് തരത്തില്ല. അന്നേരം ഉണ്ടായൊരു ദൈവനിയോഗമാണ്. അല്ലാതെ എല്ലാ ആഴ്ച നീ പെട്ടിയോട്ടോ ഉപ്പുമായിട്ട് വരരുത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതൊക്കെ ഒരു വിശ്വാസമാണ്. ഞാനൊരു കാര്യം നിങ്ങളോട് തുറന്ന് പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ. നിങ്ങളെ യേശു ഒരിക്കലെങ്കിലും സൗഖ്യമാക്കിയിട്ടുണ്ടോ? ഉണ്ടോ? ഞാൻ എത്ര വട്ടം സൗഖ്യം അനുഭവിച്ചിട്ടുണ്ട്. എത്ര പ്രാവശ്യം ഞാൻ രോഗിയായിട്ട് ഇവിടെ വന്ന് തിരുമേശ എടുത്ത സമയത്ത് ഞാൻ സൗഖ്യമായിട്ടുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പ്രവചിച്ചു പറയാം, അവൻ നിന്നെ സൗഖ്യമാക്കും. മാറാത്ത ഏത് രോഗം, പ്രാർത്ഥന നിർത്തരുത്. നീ സൗഖ്യമാകും. അത് നിർത്തരുത്. മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല, പക്ഷെ പ്രയർ നിർത്തരുത്. നീ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ. യേശുവിൻ്റെ നാമത്തിൽ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് അവൻ നമ്മെ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ നമ്മെ മുറിവ് കെട്ടും. രണ്ടാം വാക്യം, രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. കർത്താവ് നമ്മുടെ മുറിവ് കെട്ടും. ഒരാമയും പറഞ്ഞ എന്തുവാ? മുറിവ് കെട്ടും. ഇനി ആ മുറിവോടെ നീ നടക്കണ്ട. ചില രക്തബന്ധങ്ങൾ നിന്നെ മുറിച്ചിട്ടുണ്ട്. ആ മുറിവോടെ ഞാനിപ്പോൾ ഓർക്കുക, ഒരു ഫാമിലി പ്രാർത്ഥിക്കാനായിട്ട് വന്ന സമയത്ത് ഞാനിപ്പോൾ ഓർക്കുക. ഞാൻ ഈ അനുഭവം പറയുന്നത് എന്തിനാ? അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഇന്ന് ജയമെടുക്കണം. 2 പെൺകുട്ടികളെയും കൊണ്ട് എൻ്റെ അടുക്കൽ വന്നു ചോദിച്ചു, പാസ്റ്ററെ, മക്കളുടെ കല്യാണം നടക്കാൻ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അങ്ങനെ മക്കളുടെ കല്യാണം നടക്കാൻ പ്രാർത്ഥിച്ചു. ഇവരൊന്നും എന്നോട് പറയുന്നില്ല. സ്തോത്രം. കല്യാണം കഴിഞ്ഞപ്പം അവർ വന്ന് പറഞ്ഞു, പാസ്റ്ററെ, മോക്ക് ജോലി കിട്ടാൻ പ്രാർത്ഥിക്കാം. അങ്ങനെ മൂത്തവക്ക് സൗദി ജോലി കിട്ടി. മൂത്തവക്ക് ബഹറിന് ജോലി കിട്ടി. അവർ അവധിക്കുന്നവ വീണ്ടും കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കുക. പാസ്റ്ററെ, സ്തോത്രം, പാസ്റ്ററെ, ഇവർക്കൊരു യൂറോപ്യൻ കൺട്രി പോകാൻ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച് അവരവിടെ പോയി. എല്ലാം കഴിഞ്ഞു വന്നപ്പോൾ അവരെന്നോട് പറയുക, പാസ്റ്ററെ, ഞാൻ ഈ പിള്ളേരെയും കൊണ്ട് പാസ്റ്റർ അടുക്കൽ 24 മണിക്കൂറും വന്ന് എന്തിനാണെന്നറിയാമോ പാസ്റ്ററെ? ഞാൻ അറിയത്തില്ല. എൻ്റെ അയലോക്കത്തെ ആൻറ്റി പറഞ്ഞു, നിൻ്റെ പിള്ളേരെ കൊണ്ട് അനുഭവിക്കത്തില്ല. ഞാൻ വർഷങ്ങൾ ഉറങ്ങാതെ കടന്നു. എന്നാൽ ഇന്ന് എൻ്റെ പിള്ളേർ തരുന്ന നന്മയാണ് എൻ്റെ വീടിൻ്റെ വരുമാനം, ഞങ്ങളുടെ സഭയുടെ വരുമാനം. ഞാനൊരു ദൂത് പറയാം, ചില വാക്ക് നിന്നെ മുറിച്ചിട്ടുണ്ടെങ്കിൽ ആ മുറിവ് കെട്ടാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നിന്റെ സന്തതിയെ കൊണ്ട് അനുഭവിക്കത്തില്ലെന്ന് ഒരു വാക്ക് നിനക്ക് വീണെങ്കിൽ, യേശു ആരോടൊക്കെയോ ദൈവം പറയാം, ആ മുറിവ് ഉണങ്ങണം, ആ മുറിവ് ഉണങ്ങണം. നീ ഒറ്റയ്ക്ക് ദൈവത്തെ വിളിക്കാൻ ഇറങ്ങി, പലരും നിന്നെ പുച്ഛിക്കുന്നുണ്ട്. നീ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നടന്നിട്ടാണ് ഇത് സംഭവിച്ചത്. ആ മുറിവ് നിന്നെ വല്ലാതെ അലട്ടുക. നോക്കിക്കോ, ആ മുറിവ് ഉടനെ ഉണങ്ങണം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ, 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. 3-ാം ദിവസം, 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. ഞാൻ ഈ വചനം തന്നെ തരുന്ന 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. 2 ദിവസം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്വതന്ത്രം. ഞാനൊരു ദൂത് പറയാം, ചില കാര്യത്തിന് അടുത്ത 48 മണിക്കൂർ മതി. ഒരു വിശ്വാസം ഏറ്റെടുക്കാമോ? നിന്റെ ചില വിഷയത്തിന് അടുത്ത 48 മണിക്കൂർ മതി. 2 ദിവസം കഴിഞ്ഞിട്ട് നിന്നെ ഞാൻ ജീവിപ്പിക്കും. ഇപ്പോൾ നീ കിടക്കുന്ന ഈ അവസ്ഥ, ഇപ്പോൾ നീ ബന്ധിക്കപ്പെട്ട ഈ അവസ്ഥ, അടുത്ത 48 മണിക്കൂർ, 3-ാം ദിവസം അവൻ നിന്നെ, 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. അടുത്ത 72 മണിക്കൂർ കഴിയുമ്പോൾ അവൻ നിന്നെ എഴുന്നേൽപ്പിക്കട്ടെ. 10 വർഷം കഴിഞ്ഞ് നടക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. ചില കാര്യം ദൈവത്തിന് ചെയ്യാൻ 3 ദിവസം മതി. ഈ 48 മണിക്കൂർ കഴിയുമ്പോൾ നിന്റെ അകത്തൊരു ജീവൻ വരും. 72 മണിക്കൂർ ആകുമ്പം ദൈവം പ്രവചിക്കുക, നീ എഴുന്നേക്കും. നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ നീ എഴുന്നേക്കും. അപവാദം പറഞ്ഞവരുടെ മുമ്പിൽ നീ എഴുന്നേക്കും. തകർക്കുമെന്ന് അടുത്ത 48 മണിക്കൂറിനകത്ത് നിന്റെ യാത്രയുടെ വിഷയം, വിസയുടെ വിഷയം, ജോലിയുടെ വിഷയം, രോഗത്തിൻ്റെ വിഷയം, സമയമൊക്കെ പോയിട്ട് വളരെ പെട്ടെന്ന് പോകും. അടുത്തൊരു 10-15 മിനിറ്റ് ബ്രേക്ക് ഔട്ടണം. നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നാലേ ഒരു 3/4 മണിക്കൂറിൻ്റെ തീരത്തുള്ളൂ. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. വചനം കടലാണ്, പ്രസംഗിച്ചാൽ തീരുകയല്ല. എത്ര പറഞ്ഞാലും തീരത്തില്ല.
അപ്പോൾ ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ പറഞ്ഞുകൊണ്ട് പോകണം, അടുത്ത 72 മണിക്കൂറിനകത്ത് എനിക്കൊരു വിടുതലുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് മണിക്കൂർ കണക്കാ പരിശുദ്ധാത്മാ പറഞ്ഞത്. അടുത്ത 48 മണിക്കൂർ 72 മണിക്കൂർ അവൻ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലാം. അവൻ നിന്നെ ജീവിപ്പിക്കാൻ പോവുക. നിന്റെ നിർജീവ അവസ്ഥകൾ പൊട്ടാൻ പോവുക. നീ ഹല്ലേലൂയ. ഞാൻ വളരെ പെട്ടെന്ന് മുമ്പോട്ട് പോകാം. ഈ ഇരമ്യാവിൻ്റെ പ്രവചനത്തിൽ ഒരു വാക്യം കിടപ്പുണ്ട്. ഇരമ്യാവിൻ്റെ പ്രവചനത്തിൽ ഒരു വാക്യം കിടപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അത് വളരെ ശ്രദ്ധേയമായ വാക്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. 30-ാം അധ്യായത്തിൻ്റെ ഹല്ലേലൂയ 30-ാം അധ്യായത്തിൻ്റെ സ്തോത്രം 17-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. ഇരമ്യാവ് 30:17. അവർ നിന്നെ അടുത്ത ലൈൻ പോലെ വായിച്ചാൽ, ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തുമെന്ന് ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഒന്ന് ഒരു വിശ്വാസം പറഞ്ഞ, എൻ്റെ ശരീരത്തിൽ ആരോഗ്യം വരട്ടെന്നൊന്ന് പറ. ഇരമ്യാവ് ഈ വാക്യമുണ്ട്, ഇതാ ഞാൻ രോഗശാന്തി ആരോഗ്യവും വരുത്തി നിന്നെ ഞാൻ സൗഖ്യമാക്കും. ആദ്യം നിന്റെ രോഗം ശമിപ്പിക്കും. 2 നിന്റെ ശരീരത്തിലെ ആരോഗ്യം വരുത്തും. 3 നിന്നെ സൗഖ്യമാക്കും. ഞാൻ ഇന്ന് ഈ മെസ്സേജ് തീരുന്നതിന് പറയാം, ആരും തൊടാതെ നീ സൗഖ്യമാകണം. ഞങ്ങളാരും വന്ന് കൈയൊന്നും വെക്കണ്ട. നീ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യമാകും. നിന്റെ ബ്ലോക്കായ അവസ്ഥകൾ മാറും. നിന്റെ സാഹചര്യങ്ങൾ മാറും. ദൈവം നിനക്ക് വേണ്ടി എനിക്കിവിടെ കാണാം, ചിലരുടെ ശരീരത്തു നിന്ന് രോഗാത്മാക്കൾ ഇറങ്ങിപ്പോവുക. ഇനി നിന്റെ ശരീരത്തെ രോഗം ഇരിക്കത്തില്ല. ഇന്ന് പകൽ ആ ബന്ധനം. പരിശുദ്ധാത്മാവ് എന്തോ ചെയ്യാൻ പോകുക. എനിക്ക് കർത്താവിൻ്റെ ആത്മാവ് കാണിക്കുക. ചിലരുടെ വോക്കൽ കോഡുമായി ബന്ധപ്പെട്ട് സംസാരത്തിൻ്റെ മേഖലകളുമായി ചില വിടുതൽ നടക്കുക. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ വോക്കൽ കോഡിനോട് ബന്ധപ്പെട്ട് വരുന്ന ചില നീർക്കട്ടുകൾ, നിന്റെ അഭിഷേകത്തിന് നിന്റെ കൃപാവരത്തിന് എതിരെ ചലിക്കുന്ന രോഗാത്മാവിൻ്റെ വ്യാപാരങ്ങൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ. എന്നെ എപ്പോഴും പ്രാർത്ഥിക്കാൻ വിളിക്കുന്ന ഒരാളുണ്ടായിരുന്നേ. പുള്ളി പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ പെണ്ണുങ്ങൾ വർത്താനം പറയുന്ന പോലാണ്. ഞാൻ അന്നേരം പറഞ്ഞു, ആൻറ്റി എന്ന് പറഞ്ഞു. ആൻറ്റി അല്ല, അങ്കിളാണ്. ഇപ്പം എന്നും എന്നെ വിളിച്ചിങ്ങനെ വർത്താനമൊക്കെ പറയും. പിന്നെ കുറച്ചാൾ വിളിച്ചില്ല. അത് കഴിഞ്ഞ് ഒരു ദിവസം വിളിച്ചപ്പോൾ ഒരു പുരുഷൻ്റെ ഗാംഭീര്യസ്വരം, പാസ്റ്റർ പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, ഇത് ആൻറ്റിയുടെ നമ്പറാണല്ലോ, സോറി ഇത് അങ്കിളിൻ്റെ നമ്പറാണല്ലോ. അന്നേരം പറഞ്ഞു, പാസ്റ്ററെ ഞാൻ സൗഖ്യമായി. എന്നാ ഞാൻ സൗഖ്യമായി? ഇപ്പൊ എൻ്റെ ഒറിജിനൽ ശബ്ദം. അപ്പം ഞാൻ പുള്ളിക്കാരന് എൻ്റെ പണ്ട് പുള്ളിക്കാരൻ അയച്ച സ്ത്രീകളുടെ ശബ്ദത്തിലുള്ള 3-4 വോയിസ് തിരിച്ചിട്ടു. പുള്ളി അതേ വോയിസ് പുരുഷന്റെ ശബ്ദത്തിൽ എനിക്ക് തിരിച്ചിട്ടു. ഞാൻ ചോദിച്ചു, എപ്പോൾ സംഭവിച്ചു? ഒരു ദിവസം രാത്രി യേശു എന്നെ വന്ന് തൊട്ടു. രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ ഭാര്യയെ പേര് വിളിക്കുക. ഭാര്യ ഞെട്ടിപ്പോയി. അന്നേരം വരെ ഏത് ബന്ധുവീട്ടിൽ പോലും മിണ്ടത്തില്ല. കാര്യം വർത്താനം പറഞ്ഞാൽ പെണ്ണ് പറയുന്നുള്ളിരിക്കും. കേട്ടോ, സൗഖ്യമായി. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾ നോക്കിയേ, ദൈവത്തിന് ഒരു രോഗശാന്തിക്കാരനെ നിന്റെ അടുക്ക വിടണ്ട. നീ ഇരിക്കുന്നിടത്ത് സൗഖ്യമാക്കാൻ കഴിവുള്ളവൻ. പക്ഷേ ചിലരുടെ വിടുതൽ ചിലരാൽ മാത്രമേ നടക്കൂ. സാരാപത്തിലെ വിധവയുടെ വീടിൻ്റെ ഗതികേട് പൊട്ടുന്ന ഒരു ഏരിയാവ് അവിടെ ചെന്നേ പറ്റൂ. വേറെ ആര് എന്നാലും പറ്റുകയില്ല. നിന്റെ വിടുതലിന് ആര് പ്രാർത്ഥിക്കണമെന്ന് ദൈവം തീരുമാനിച്ചേക്കുക. ഒരു സൗലിൻ്റെ കണ്ണിൻ്റെ അന്ധത പൊളിഞ്ഞ് താഴെ വീഴണമെങ്കിൽ ഒരു അനന്യാസ കൈവെക്കണം. വെച്ചാലേ നടക്കൂ. അതിനാ നിന്നെ ദൈവം ഇവിടെ 1000 സഭയുണ്ടായിട്ടും നിന്നെ ഇവിടെ കൊണ്ടുവന്ന് എന്തിനാ? നിനക്ക് ഇവിടെ വെച്ചൊരു വിടുതലാണ്. യേശുവിൻ്റെ നാമത്തിൽ എന്തോ ഹോളി നിന്നെ ഇവിടെ അവൻ കൊണ്ടിരുത്തുന്നത് പരിശുദ്ധാത്മാവാ. നിങ്ങളെന്നെ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. എനിക്കെന്തോ ഈ കഴിഞ്ഞ ദിവസം മുതൽ ഭയങ്കര ബോധ്യം പരിശുദ്ധാത്മാവ് തരുക. ഞാൻ എത്രയോ നാൾ പ്രസംഗിക്കുന്ന ആളാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ബോധ്യം കർത്താവ് തരുക. ഈ നോഹയുടെ പെട്ടകം ഇരുന്ന സ്ഥലത്തോട്ട് പെട്ടകം വെള്ളം തേടി പോവുമല്ലായിരുന്നു, പെട്ടകത്തെ തേടി വെള്ളം വരുമായിരുന്നു. മനസ്സിലായോ? രാത്രി മുഴുവൻ മീനെ പിടിച്ചിട്ട് ഒരു കുഞ്ഞു മീനെ കിട്ടാത്ത പത്രോസിൻ്റെ പടകിൽ യേശു കയറി പ്രസംഗിച്ചപ്പോൾ ആഴക്കടലിൽ കിടന്ന മീനുകളെ തടുത്തുകൂട്ടി പത്രോസ് ഇരുന്ന സ്ഥലത്ത് അവൻ്റെ വലയ്ക്കകത്ത് കയറാൻ പാകമായി കൊണ്ടു നിർത്തി.
എന്നെ ഈ ഒരു വീക്ക് മുഴുവൻ ഞായറാഴ്ച എനിക്ക് ഈ ഒരു ദൂത് കിട്ടിയപ്പോൾ മുതൽ എനിക്ക് എന്തോ ഒരു ഫീൽ ഹോളി സ്പിരിറ്റ് തരുക. നോക്കിക്കോ, നീ അങ്ങോട്ട് തേടി പോകണ്ട, നീ ഇരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ തേടി എന്തോ. അബ്രഹാമിന് യാഗത്തിനൊരാട് വേണം. ആടിനെ വിൽക്കുന്ന സ്ഥലം തപ്പിപ്പോയില്ല. അബ്രഹാം യാഗത്തിനിരിക്കുന്ന സ്ഥലത്തിന്റെ തൊട്ടു മുമ്പിൽ ഒരാടിനെ തമ്പുരാൻ കുരുക്കിയിട്ടിരിക്കുക. നിനക്കുള്ളത് നിന്റെ അടുക്കൽ നിപ്പോണം. ഹാഗർ എവിടെ ഇരുന്ന് കരഞ്ഞോ, കരഞ്ഞ സ്ഥലത്ത് അവർക്ക് ഒരു ഉറവ. അവള് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ നീ വിശ്വസിക്കണം, ചിലതൊക്കെ നിന്നെ തേടി വരും. ഇസ്രായേൽ മക്കൾക്ക് മന്നായിക്ക് അങ്ങോട്ട് പോയില്ല. അവരിരുന്നിടത്ത് മന്ന പൊഴിഞ്ഞു. അവരിരുന്നിടത്ത് കാട വന്നിറങ്ങി. യേശുവിൻ്റെ നാമത്തിൽ ഇനി ദൂത് തീരുന്നതിന് മുമ്പ് വിശ്വസിക്കണം, നീ ഇരിക്കുന്നിടത്ത് നിന്നെ തേടി 3 ദൂതന്മാർ അബ്രഹാമിന്റെ വീട് അഡ്രസ് ചോദിച്ച് അബ്രഹാമിന്റെ വീട്ടിൽ വന്നത് എന്തിനാ? തടയപ്പെട്ട വാഗ്ദത്തം അവരുടെ വീട്ടിൽ വെച്ച് നിവർത്തിക്കാനാ. ഒരു ദൂത് പറയാം, നിന്റെ വീട്ടഡ്രസ് നാട്ടുകാർ തിരക്കണ്ട, നിന്റെ വീട്ടഡ്രസ് ദൂതന്മാർ തിരക്കട്ടെ. വിശ്വാസമുണ്ടോ? ദൂത് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടോ? എന്നോട് ദൈവം സംസാരിക്കുന്ന ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനി 10 കൊല്ലം ഇതുപോലെ നിന്നാലും പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഞാൻ ദൈവത്തിൽ നിന്ന് ശബ്ദം കേട്ടുകൊണ്ടിരിക്കുക. നിന്റെ വീട്ടഡ്രസ് തേടി ഈ ദിവസങ്ങളിൽ ദൂതന്മാർ വരും. അത് ലെറ്റർ ആയിരിക്കും, ഇമെയിൽ ആയിരിക്കും, ഫോണായിരിക്കും, റിപ്ലൈ. ഇതൊക്കെ കൊതിക്കുന്നവർ എന്താ വേണമെന്നറിയോ? നല്ല പ്രെയർ ലൈഫ് വേണം. എന്താ വേണം? നല്ല പ്രെയർ ലൈഫ്, നല്ല വിശുദ്ധ ജീവിതം. പിന്നെന്താ വേണം? ഒരു കുറ്റം ആരെ പറ്റിയും പറയല്ല. എന്നോട് ഞാൻ ഒരു വലിയ പാസ്റ്ററോട് എനിക്ക് ചോദിച്ചു, പാസ്റ്ററെ നിങ്ങൾ എങ്ങനെ ഇത്രയും വലിയ പാസ്റ്ററായ? പുള്ളി പറഞ്ഞു 3 കാര്യം ചെയ്താൽ മതി, ആരുടെയും കുറ്റം പറയല്ല. രണ്ടാമത് എന്തോ ചെയ്യണം? പ്രെയർ മുടങ്ങരുത്. മൂന്നാമത് എന്തോ ചെയ്യണം? എല്ലാം പോസിറ്റീവായി കാണും. ഇത്രയും കാര്യം ചെയ്താൽ മതി, നീ രക്ഷപ്പെടും. ഞാൻ എന്നത് ചെയ്യാൻ തുടങ്ങി അന്ന് തൊട്ട് ഞാൻ രക്ഷപ്പെടാൻ തുടങ്ങി. ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം. ദൈവത്തിന് സ്തോത്രം. ഈ മെസ്സേജ് ഇപ്പം ഞാനിവിടെ നിർത്താൻ പോകും, ബാക്കിയൊക്കെ പിന്നെ പറയാം. ഈ ദിവസങ്ങളിൽ നിനക്ക് ആരോഗ്യം വരണം. വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. നിന്റെ ആരോഗ്യം തിരിച്ചു വരാൻ പോവുക. 35 വയസ്സായ 40 വയസ്സായ നിന്നെ 80 അപ്പച്ചൻ്റെ കൂട്ട് കൂനിപ്പിച്ച് ആരോഗ്യം കളഞ്ഞ് രോഗിയാക്കി ബന്ധിക്കുന്ന രോഗാത്മാവ് ഇന്ന് നിന്റെ ശരീരത്തു നിന്ന് ഇറങ്ങിപ്പോയിട്ട് അടിപ്പിണരാനുള്ള സൗഖ്യം സ്വീകരിച്ചു. മുറി കെട്ടുന്നത് എങ്ങനെയാണെന്നൊക്കെ എനിക്ക് പറയാനുണ്ട്, അതിപ്പോൾ പറയുന്നില്ല. ഒരു മനുഷ്യനെ വസ്ത്രം അഴിച്ചു മാറ്റി അർത്ഥപ്രാണനായി കള്ളന്മാർ വഴിയിലിട്ടേച്ചു പോയി. അവിടുത്തെ ഒരു നല്ല ശമരിയാക്കാരുടെ വേഷത്തിൽ ഒരാൾ വരിക. എന്തിനാണെന്നറിയോ? നിന്റെ മുറിവ് ഉണക്കാനുള്ള എണ്ണ അവൻ്റെ കയ്യിലുണ്ട്. തളർന്ന നിന്നെ സ്ട്രെങ്തൻ ചെയ്യേണ്ട വീഞ്ഞ് അവൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിന്റെ മുറിവിൽ നിന്ന് എണ്ണയുടെ പകർച്ച നടക്കണം. 91 സങ്കീർത്തനം നിന്റെ തലയിൽ പുതിയ എണ്ണ തേപ്പിക്കുമെന്ന നിന്റെ മുറിവിൽ പുതിയ എണ്ണ പകരട്ടെ. പ്രസംഗം നിർത്തുക. നിങ്ങൾ എന്നെ നോക്കിയിരിക്കണം. ഭയങ്കര കാര്യങ്ങൾ ഹോളി സ്പിരിറ്റ് ചെയ്യട്ടെ. ഇന്ന് തുടങ്ങിയിടത്തെയുള്ള അടുത്ത ദിവസങ്ങളിൽ ആ ദൂത് പറയാൻ പോവുക. കർത്താവിന് സ്തോത്രം. ഒന്നാമത്തെ ഭാഗം ഞാൻ എടുക്കാൻ പോവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അവൻ മുറിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നു. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ഇത് ശാരീരിക മുറിവിനെ കുറിച്ചല്ല ബൈബിൾ എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹൃദയത്തിനേറ്റ മുറിവ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാമോ, സ്തോത്രം, നമുക്കൊരു വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായി മുറിവുണ്ടായാൽ, ഒരാൾ നമ്മൾ കത്തിക്ക് കുത്തി മുറിഞ്ഞാൽ, ഒന്നി കുത്തിക്കെട്ടി മരുന്ന് വെച്ചാൽ മുറിവ് ഉണങ്ങും. എന്നാൽ ഉണങ്ങാത്തൊരു മുറിവാണ് ഹൃദയത്തിനകത്ത് ഉണ്ടാകുന്ന മുറിവ്. ഞാൻ ഈയിടെ ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടത് ആ ചെറുപ്പക്കാരൻ കുവൈറ്റിൽ ദൈവത്തിന് സ്തോത്രം അബ്ബാസിയ എന്ന് പറയുന്ന സ്ഥലത്ത് സ്വന്തമായി ഒരു കമ്പനി നടത്തുകയാണ്. ശ്രദ്ധിക്കണം. ഒരു കമ്പനി നടത്തി
നല്ല ലെവലിൽ ആ കമ്പനി ഉയർന്നു വരുമ്പം ദൈവത്തിന് സ്തോത്രം, തൻ്റെ ഭാര്യ അവിടെ നേഴ്സായി വർക്ക് ചെയ്യുക. കമ്പനിയിൽ നേഴ്സിംഗ് ജോലിയും കമ്പനിയും വേറെയാണെങ്കിലും കമ്പനിയുടെ കാര്യങ്ങളൊക്കെ പഠിച്ചപ്പം സ്തോത്രം, ഈ കമ്പനി കൊണ്ട് നല്ല അനുഗ്രഹം കിട്ടുന്നത് കൊണ്ട് തൻ്റെ ഭാര്യയോടൊക്കും ഒരു കമ്പനി പുള്ളി തുടങ്ങിക്കൊടുത്തു. മോളെ, നീയും നടത്തടി കമ്പനി. സ്തോത്രം, ഹല്ലേലൂയ. നീ എൻ്റെ പൊന്നു ഭാര്യയല്ലേ, നീയും നടത്തുമോളെ കമ്പനി. ആ ഓമന പോലുള്ള 3 പിള്ളേര്, 2 ആൺപിള്ളാരും ഒരു പെങ്കൊച്ചും. നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ കമ്പനി വളർന്നു, ഭാര്യയുടെ കമ്പനി അതിനെക്കാട്ടി വളർന്നു. ദൈവത്തിന് സ്തോത്രം. ചുരുക്കി പറയാം, ഒരു ദിവസം ഈ പുള്ളി വാവിട്ട് കരഞ്ഞുകൊണ്ട് എൻ്റെ അടുക്കൽ വരിക, പാസ്റ്റർ, എൻ്റെ ഭാര്യയ്ക്ക് തുടങ്ങിയ കമ്പനിക്ക് കൊടുത്ത ഒരു മാനേജരും എൻ്റെ ഭാര്യ കൂടെ വിവാഹിതരായി 3 പിള്ളേരെ ദൈവത്തിന് സ്തോത്രം പുറം തള്ളി. അദ്ദേഹം എന്നോട് പറയുക, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, കഴിക്കാൻ പറ്റുന്നില്ല. കാരണം ആ ഭാര്യയിൽ അത്രമാനം സ്നേഹിതനായിരുന്നു ആ ഭർത്താവ്. അവൻ എന്നോട് പറഞ്ഞു, ഞാൻ മെൻ്റൽ ഹോസ്പിറ്റലിൽ 41 ദിവസം കടന്നു. ദൈവത്തിന് സ്തോത്രം, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ശക്തിയേറിയ ഗുളിക കഴിച്ചിട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല. എനിക്കേറ്റ മുറിവ് എങ്ങനെ ഉണങ്ങും? സ്തോത്രം. എൻ്റെ ഭാര്യ 3 കുഞ്ഞുങ്ങളെ പ്രസവിച്ചതാ. ആ 3 കുഞ്ഞുങ്ങളും ഡാഡാ എന്ന് പറഞ്ഞ് എൻ്റെ ചുറ്റുമുണ്ട്. പ്രായപൂർത്തിയായ പിള്ളേരാ. മമ്മിക്ക് തെറ്റിയെങ്കിൽ തെറ്റട്ടെ ഡാഡാ, ഞങ്ങളുണ്ട് കൂടെന്ന് പറഞ്ഞിട്ടും മുറിവ് ഉണങ്ങുന്നില്ല. ഞാനിപ്പോഴും ഒരു കാര്യം പറയാം. ഞാൻ അവനോട് ഒത്തിരി ആശ്വാസവാക്ക് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു, സ്തോത്രം, കോട്ടയത്തൊരു മീറ്റിംഗ് ഉണ്ട്. ഈ മാസത്തിൻ്റെ ആരംഭത്തിലെ മീറ്റിംഗ് ആയിരുന്നു. പുതിയ സാമ്പത്തിക വർഷത്തെ മീറ്റിംഗ്. അന്ന് നീ വന്ന് മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യണം. അവരെല്ലാവരും വരുന്നതിന് മുമ്പേ ആ സഭാ ഹോളി വന്നു. 1000 കൂടി ആ മീറ്റിങ്ങിനകത്ത് അതിഭയങ്കരമായ ദൈവപ്രവർത്തികൾ വെളിപ്പെട്ടു. ഞാൻ അവനെ മീറ്റിംഗ് നോക്കിയപ്പോൾ കണ്ടു, അവൻ വാവിട്ട് കരയുന്ന കാഴ്ച. കരച്ചിലെല്ലാം കഴിഞ്ഞിട്ട് അവൻ എന്നോട് പോലും മിണ്ടാതെ തിരിച്ചു പോയി. സ്തോത്രം. അല്പ ദിവസം കഴിഞ്ഞിട്ട് അവൻ തിരിച്ച് അതേ രാജ്യത്തേക്ക് തിരിച്ചുപോയി. അവിടെ ചെന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ, കഴിഞ്ഞ 9.5 മാസമായി ഉണങ്ങാത്ത മുറിവ് ആ മീറ്റിങ്ങിൽ വെച്ച് എൻ്റെ ദൈവം ഉണക്കി തന്നു. ഞാൻ ചോദിച്ചു, എന്താ സംഭവിച്ചത്? ആഴമേറിയ ഒരു ദൈവസ്പർശനം അന്നത്തെ വചനത്തിനകത്ത് എൻ്റെ ഹൃദയത്തെ തട്ടി. ഞാനൊരു ദൂത് നിന്നോട് തുറന്നു പറയാം, നിന്റെ മുറിവുണക്കാൻ കഴിയുന്ന ഒരൊറ്റ സ്ഥലം ദൈവസന്നിധിയാണ്. ചില വാക്കുകൾ നിമിത്തം വീണ മുറിവ് ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ അത് ഉണങ്ങുവാനായി ഇന്ന് പകൽ അവൻ മുറിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്ന ദൈവമാണ്. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, രഹസ്യമായ ജീവിതത്തിനകത്ത് മുറിവേറ്റ ചിലരെ എനിക്ക് ആത്മാവിൽ കാണാം. ചിലർ ചതിവ് നിമിത്തം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നൊരു കാര്യം പറയാം. ഒരു മാതാവും പിതാവും കൂടെ എൻ്റെ അടുക്കൽ വന്നു. അവർക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 61 വയസ്സ് ഉണ്ട് അച്ചായന്, 59 വയസ്സുണ്ട് അമ്മാമ്മയ്ക്ക്. അവർ 2 പേരും സ്തോത്രം നീണ്ട വർഷങ്ങൾ ബഹറിലായിരുന്നു. അവരവിടെ കിടന്ന് ഏകദേശം 2-3 കോടി രൂപ സമ്പാദിച്ച് ആലുവായിലെ ബാങ്കിൽ കൊണ്ടുവന്നിട്ടിട്ട് ദൈവത്തിന് സ്തോത്രം അതിന് ഇൻട്രസ്റ്റ് എടുത്ത് മാത്രം ജീവിക്കാം. മക്കൾ 2 പേരുണ്ട്, 2 പേരും ഡോക്ടർമാരാണ്. അവർ എത്ര വേണമെങ്കിലും അപ്പനും അമ്മയ്ക്കും പൈസ കൊടുക്കും. പക്ഷേ അവർ കൊണ്ടുവന്ന 3 കോടി രൂപ അവരുടെ ഡിസ്റ്റന്റ് റിലേഷനിൽ ഒരു കസിൻ വന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ്, നിങ്ങൾക്ക് ഇങ്ങനെ ബാങ്കിൽ നിന്ന് കിട്ടിയാൽ എത്ര രൂപ കിട്ടും? ഞാൻ എല്ലാ മാസവും നിങ്ങൾക്ക് ഇത്ര ലക്ഷം വെച്ച് തരാം, അത് ഇത്ര നാളത്തേക്ക് എൻ്റെ കയ്യിലോട്ടൊന്ന് താന്ന് പറഞ്ഞ് സ്നേഹത്തോടെ അപ്പച്ചനെയും അമ്മച്ചയൊക്കെ കെട്ടിപ്പിടിച്ചേച്ച് ആ കാശും കൊണ്ട് സ്ഥലം വിട്ടു. ചുരുക്കി പറയാം, സ്തോത്രം, അവൻ പിന്നെ എതിരെ പോയെന്ന് ഒരു പിടിയില്ല. പോലീസിൽ കൊടുക്കുമ്പം പോലീസ് പറയും ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോടതി കൊടുക്കുമ്പം വക്കീൽ പറയും ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ആ മനുഷ്യനോട് പറയുക, മക്കൾ പൈസ തരും, അതല്ല വിഷയം, ഒരു ജന്മം അധ്വാനിച്ചത്. സ്തോത്രം. അരമുറുക്കി ഉടുത്തോണ്ട് ആഹാരം വെടിഞ്ഞും മാറ്റിവെച്ച പണം നഷ്ടപ്പെട്ടു പോയി. പാസ്റ്ററെ, ഞങ്ങൾക്ക് ഈ മുറിവ് ഉണങ്ങുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, സമ്പത്ത് തിരിച്ചു കിട്ടിയാലേ മുറിവ് ഉണങ്ങുമെന്നല്ല അതിൻ്റെ അർത്ഥം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. അങ്ങനെ പല ദിവസങ്ങൾ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഇതുപോലെ അവരോട് ഞാൻ പറഞ്ഞു, അടുത്തെവിടെ മീറ്റിംഗ് കണ്ടാലും നിങ്ങളവിടെ പോകണം.